കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്ക് പോയി കാണാതായ മലയാളി വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. 3 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള 2000 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ നിന്നും 14 വയസ്സുകാരിയായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഏപ്രിൽ 7-നാണ് കേരളത്തിൽ നിന്നുള്ള 40 അംഗ വിനോദസഞ്ചാരികളുടെ സംഘത്തോടൊപ്പം ശ്രീനന്ദ ചിക്കമംഗളൂരുവിലെത്തിയത്. ഇനാം ദത്താത്രേയ പീഠം, ചന്ദ്രദ്രോണ മലനിരകളിലെ മാണിക്യധാര വെള്ളച്ചാട്ടം തുടങ്ങിയ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ അപ്രതീക്ഷിതമായി കാണാതാവുകയായിരുന്നു. ഇതോടെ പരിഭ്രാന്തരായ കൂടെയുണ്ടായിരുന്നവർ പ്രാദേശിക ഭരണകൂടത്തെ വിവരമറിയിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയും കൊടും കാടും തെരച്ചിലിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ഫയർ ആൻഡ് റെസ്ക്യൂ, ലോക്കൽ പോലീസ്, നക്സൽ വിരുദ്ധ സേന എന്നിവർ സംയുക്തമായാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഡ്രോണുകളും തെർമൽ ഇമേജിംഗ് ക്യാമറകളും അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന. ഒടുവിൽ ഇന്നാണ് കൊക്കയുടെ അടിത്തട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. ചെങ്കുത്തായ പാറക്കെട്ടിൽ നിന്നും കാൽവഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും മറ്റ് സാധ്യതകളും അധികൃതർ തള്ളിക്കളയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മരണകാരണത്തിൽ പൂർണ്ണമായ വ്യക്തത വരികയുള്ളൂ എന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. വിനോദയാത്ര വലിയൊരു ദുരന്തമായി മാറിയതിന്റെ നടുക്കത്തിലാണ് പെൺകുട്ടിയുടെ കുടുംബവും കൂടെയുണ്ടായിരുന്നവരും. പ്രകൃതി ഭംഗി കൊണ്ടും ആത്മീയ പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ മാണിക്യധാര വെള്ളച്ചാട്ടവും പരിസരവും ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. കാലാവസ്ഥയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ സഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രമേ പ്രവേശിക്കാവൂ എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.